നാഹൂം 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിനവേയിന്മേൽ വിധി. നിനവേയെ സംബന്ധിച്ചുള്ള പ്രവചനം. എൽഖോഷനായ നാഹൂമിന്റെ ദർശന ഗ്രന്ഥം. കർത്താവ് അസഹിഷ്ണുവായ ദൈവവും പ്രതികാരം ചെയ്യുന്നവനുമാണ്. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ്. കർത്താവ് തന്റെ വൈരികളോട് പകരം വീട്ടുകയും ശത്രുക്കൾക്ക് വേണ്ടി ക്രോധം കരുതി വെക്കുകയും ചെയ്യുന്നു. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല. ചുഴലിക്കാറ്റിനെയും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാത. മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ്. അവിടുന്ന് കടലിനെ ശ്വാസിക്കുകയും വറ്റിച്ചു കളയുകയും ചെയ്യുന്നു. നദികളെ അവിടുന്ന് വരട്ടുന്നു. ബാഷാനിലും കർമ്മേലിലും ഉണങ്ങിയ ലെബനോനിലും പുഷ്പങ്ങൾ വാടുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ അവിടുത്തെ മുൻപിൽ പ്രകമ്പനം കൊള്ളുന്നു. മലകൾ ഉരുകിപ്പോകുന്നു. ഭൂമിയും ലോകവും അതിലുള്ളതൊക്കെയും അവിടുത്തെ മുൻപിൽ ശൂന്യമായി തീരുന്നു. അവിടുത്തെ രോഷത്തിന് മുൻപിൽ നിലകൊള്ളാൻ ആർക്ക് കഴിയും? അവിടുത്തെ കോപാഗ്നി ആർക്ക് സഹിക്കാനാവും? അഗ്നി പോലെ അവിടുത്തെ ക്രോധം വർഷിക്കപ്പെടുന്നു. അവിടുന്ന് പാറകൾ ഉടച്ചു കളയുന്നു. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹത്തിൽ അവിടുന്ന് തന്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കും. അവിടുന്ന് അവരെ അന്ധകാരത്തിലേക്ക് അനുധാവനം ചെയ്യും. കർത്താവിനെതിരായി നിങ്ങൾ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നത്? അവിടുന്ന് അത് നിശേഷം തകർക്കും. ശത്രുക്കളുടെ മേലെ രണ്ടാമതൊരു പ്രതികാരം അവിടുന്ന് ചെയ്യുകയില്ല. കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മുൾപടർപ്പ് പോലെ, ഉണങ്ങിയ വൈക്കോൽ പോലെ അവർ ദഹിക്കപ്പെടും. കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദ്രോഹം ഉപദേശിക്കുകയും ചെയ്യുന്നവൻ ഒരുവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചല്ലോ. കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ ശക്തിയും എണ്ണവും എത്ര അധികമായാലും അവർ വിച്ഛേദിക്കപ്പെട്ട് ഇല്ലാതാകും. ഞാൻ നിന്നെ പീഡിപ്പിച്ചെങ്കിലും മേലിൽ പീഡിപ്പിക്കുകയില്ല. അതിൻ്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും. കർത്താവ് നിന്നെപ്പറ്റി കൽപ്പിച്ചിരിക്കുന്നു, നിന്റെ നാമം മേലിൽ നിലനിൽക്കുകയില്ല. നിന്റെ ദേവന്മാരുടെ ആലയത്തിൽ നിന്നും കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഞാൻ വെട്ടിമാറ്റും. ഞാൻ നിനക്ക് ശവക്കുഴി ഉണ്ടാക്കും. എന്തെന്നാൽ നീ നികൃഷ്ടനാണ്. സദ്വാർത്ത കൊണ്ടുവരുന്നവൻ്റെ സമാധാനം പ്രഘോഷിക്കുന്നവൻ്റെ പാദങ്ങൾ അതാ മലമുകളിൽ യൂദ. നീ നിന്റെ ഉത്സവങ്ങൾ ആചരിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുക. എന്തെന്നാൽ ഇനി ഒരിക്കലും ദുഷ്ടൻ നിനക്കെതിരെ വരികയില്ല. അവൻ നിശേഷം നശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ.